Hi, welcome back to our channel. So finally, the much awaited Stranger Things Season 5 എത്തിക്കഴിഞ്ഞു. നെറ്റ്ഫ്ലിക്സ് 3 പാർട്ടായിട്ട് റിലീസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 5th സീസന്റെ ആദ്യത്തെ പോർഷനായ സീസൺ 5 വോള്യൂം 1 ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ 4 എപ്പിസോഡ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫുൾ സീസൺ ഓർ കംപ്ലീറ്റ് സീരീസ് റീക്യാപ്സ് ആണ് ചെയ്യുന്നത്. ബട്ട് ഇത്തവണ എപ്പിസോഡ് വൈസ് റീക്യാപ്സ് ചെയ്യാം എന്നാണ് കരുതുന്നത്. സോ ഇന്ന് സീസൺ 5ലെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് പിന്നാലെ നമുക്ക് മറ്റുള്ള എപ്പിസോഡ്സും ചെയ്യാം. അവ കൂടെ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പൊ നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോവാം. കമോൺ. സോ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5ലെ ഫസ്റ്റ് എപ്പിസോഡായ ചാപ്റ്റർ 1 ദ ക്രോൾ നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. അതായത് ഫസ്റ്റ് സീസണിൽ വിൽ അപ്സൈഡ് ഡൗൺ ഡിമെൻഷനിൽ ട്രാപ്ഡ് ആയി കിടന്നിരുന്ന ആ ഒരു ടൈമിലെ ഒരു ക്രീപ്പി ആൻഡ് ഡിസ്റ്റർബിംഗ് ടൈമിലേക്ക്. സോ അന്നത്തെ ആ കുട്ടി വില്ലിനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പേടിച്ചു കഴിയുന്ന അവന്റെ സേഫ് സോണായി നമ്മൾ സീസൺ 1ൽ കണ്ടിട്ടുള്ള കാസിൽ ബയേഴ്സിന്റെ അപ്സൈഡ് ഡൗൺ വേർഷനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. തന്റെ ടഫ് മൊമെന്റ്സിൽ ആശ്വാസം കണ്ടെത്താനായി അവൻ കേൾക്കാറുള്ള ഷുഡ് ഐ സ്റ്റേ ഓർ ഷുഡ് ഐ ഗോ എന്ന പാട്ട് പാടി സ്വയം കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് വിൽ. അവൻ അങ്ങനെ ആ പാട്ട് സ്വയം മന്ത്രിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പുറത്തുനിന്ന് ചില സ്ട്രേഞ്ച് നോയിസസ് കേൾക്കാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുൻപ് ഒരു ഡെമോഗോർഗൺ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വരുന്നു. വിൽ അവിടെ നിന്ന് ജീവന് കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ അപ്സൈഡ് ഡൗണിലെ ഉച്ചിലൂടെ ഓടുകയും രക്ഷപ്പെടാൻ ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്യുന്നു. ഒരു നിമിഷത്തേക്ക് മരത്തിന് മുകളിൽ ഇരിക്കുന്ന അവന് രക്ഷപ്പെട്ടെന്ന ഒരു തോന്നലുണ്ടായി. പക്ഷെ സ്ട്രേഞ്ചർ തിങ്സിൽ ഒരിക്കലും കഥാപാത്രങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഡെമോഗോർഗൺ അവന്റെ പിന്നാലെ മരത്തിന് മുകളിലേക്ക് പാഞ്ഞെടുക്കുന്നു. വിൽ അവിടെ നിന്ന് തൊട്ടടുത്ത മരത്തിലേക്ക് ചാടിയെത്താൻ ശ്രമിക്കുന്നെങ്കിലും വഴുതി നിലത്തേക്ക് വീണ് ബോധരഹിതനാകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡെമോഗോർഗൺ വില്ലിന്റെ അബോധാവസ്ഥയിലുള്ള ശരീരവും വലിച്ചഴിച്ചുകൊണ്ട് അപ്സൈഡ് ഡൗണിലെ ഹോക്കിൻസ് ലൈബ്രറിയിലേക്ക് എത്തുന്നതാണ്. ഇത് നമുക്ക് വലിയ സർപ്രൈസ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം അവൻ രക്ഷപ്പെട്ടു വന്നതും തുടർന്നുള്ള കാര്യങ്ങളും നമ്മൾ ആദ്യ സീസണിൽ തന്നെ കണ്ടതാണല്ലോ. പക്ഷെ സർപ്രൈസ് ഇനിയാണ്. അവിടേക്ക് വെഗ്ന എത്തുന്നു. അതായത് സീസൺ 4 വരെ നമുക്കറിയാതിരുന്ന വെഗ്ന തന്നെയാണ് സീസൺ 1 മുതലുള്ള മോൺസ്റ്റർസ് ക്രീച്ചേഴ്സിന്റെ ഇവന്റ്സിന് പുറകിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലും വെഗ്ന അന്ന് തന്നെ വില്ലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്ന് ഇവിടെ ഈ പോയിന്റിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ വിൽ അൺകോൺഷ്യസ് ആയിരുന്നതിനാൽ അവന് പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. വെഗ്ന വില്ലിനെ നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ആവേശത്തോടെ അറ്റ് ലോങ് ലാസ്റ്റ് വി ക്യാൻ ബിഗിൻ, അതായത് ഒടുവിൽ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം എന്ന് പറയുന്നു. ആ കെട്ടിടം മുഴുവൻ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള തരത്തിലുള്ള ഭീകരമായ ടെന്റക്കിൾസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അതിൽ ചിലത് വില്ലിനെ ഒരു ചുമരിലേക്ക് ചേർത്ത് ഉയർത്തി നിർത്തുന്നു. അതിലൊരു കട്ടിയുള്ള ടെന്റക്കിൾ അവന്റെ വായിലേക്ക് തള്ളിക്കയറുകയും എന്തോ ഒരു നിഗൂഢമായ വസ്തു അവന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വെഗ്ന ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ ഒരു ദീർഘകാല പരീക്ഷണം ആരംഭിക്കുന്നത് പോലെ അവിടെ നിൽക്കുന്നു. ഒപ്പം നമ്മൾ ഒന്നിച്ച് ചില മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുകൂടെ വില്ലിനോട് പറയുന്നു. ആദ്യ 5 മിനിറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന ഈ ഒരു സീൻ വളരെ ക്രീപ്പിയും നമ്മൾ അസ്വസ്ഥത ഉളവാക്കുന്നതും ഈ വന്നിരിക്കുന്ന സീസണിന്റെ മൊത്തത്തിലുള്ള ഒരു ടോൺ സെറ്റ് ചെയ്യുന്നതും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റാർക്കും പൂർണ്ണമായി മനസ്സിലാകാത്ത അത്ര ആഴത്തിൽ വെഗ്നയുമായി വിൽ ഇപ്പോഴും കണക്റ്റഡ് ആണെന്ന് കൂടി ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സോ ഈ ഒരു ഞെട്ടിക്കുന്ന ഫ്ലാഷ് ബാക്കിന് ശേഷം എപ്പിസോഡ് 1987 നവംബർ 3 പ്രസന്റ് ഡേ ഹോക്കിൻസിലേക്ക് കടക്കുന്നു. സീസൺ 4ലെ സംഭവങ്ങൾക്ക് ശേഷം ഒരു വർഷത്തിലേറെ ആയിരിക്കുന്നു. സെയിൻ മൈക്കിന്റെയും നാൻസിയുടെയും വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ മൈക്കിന്റെ അനിയത്തി ഹോളി തന്റെ അമ്മ മിസ്സസ് വീലറിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റിനായി ടേബിൾ സെറ്റ് ചെയ്യുകയാണ്. ഇതിനിടെ ജനാലയ്ക്കരികിൽ അവൾ ഒരു വിചിത്രമായ നിഴൽ രൂപത്തെ ശ്രദ്ധിക്കുകയും അതിനെ കൈവീശി കാണിക്കുകയും ചെയ്യുന്നു. അവൾക്കൊരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ ഒരു സംഭവം അവതരിപ്പിക്കുന്നതെങ്കിലും നമുക്കതൊരു ക്രീപ്പി മിസ്റ്റീരിയസ് വൈബാണ് തരുന്നത്. ഇതോടൊപ്പം ബയേഴ്സ് ഫാമിലിയും ഇപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും 2 ഫാമിലീസും കൂടി ഒരു കയോട്ടിക് റൂട്ടീൻ ഫോളോ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോവുകയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് സ്ക്വാക്ക് എന്ന ലോക്കൽ റേഡിയോ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ റോബിനെയും സ്റ്റീവിനെയും കാണുന്നു. റോബിൻ ഇപ്പോൾ അവിടെ റേഡിയോ ഷോ അവതാരകയായി പ്രവർത്തിക്കുകയാണ്. അവളുടേതൊരു ലൈറ്റ് ഹാർട്ടഡ് ബ്രോഡ്കാസ്റ്റ് ആണെങ്കിലും അതിൽ നമ്മൾ അറിയേണ്ട ഇപ്പോഴത്തെ ഹോക്കിൻസിനെ കുറിച്ചുള്ള മേജർ ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സീസണിന്റെ ഫിനാലെയിൽ സംഭവിച്ച ഭീകരമായ വിള്ളലുകളും മറ്റും ഒരു സ്വാഭാവികമായ പ്രകൃതി ദുരന്തം മാത്രമായാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് മുൻപിൽ ഗവൺമെന്റ് വിശദീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹോക്കിൻസ് ഇപ്പോഴും ഒരു ഡിസാസ്റ്റർ സോണായി തുടരുകയാണ്.
ടൗൺ ഇപ്പോൾ ഒഫീഷ്യലി ക്വാറന്റൈനിലുമാണ്. എല്ലായിടത്തും മിലിറ്ററിയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും മെഡിക്കൽ പരിശോധനകൾക്കും കർശന നിരീക്ഷണത്തിനും നിർബന്ധിതരാക്കുന്നു. സോ ബേസിക്കലി ഹോക്കിൻസ് ഇപ്പോൾ ഒരു കൺട്രോൾഡ് വാർ സോൺ പോലെയാണെന്നും ആളുകൾ ഒരുവിധം സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മിലിറ്ററി ഗ്രൗണ്ടിലെ ആ വിടവുകളെല്ലാം കൂറ്റൻ മെറ്റൽ പ്ലേറ്റ്സ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. എന്നാൽ അപ്സൈഡ് ഡൗൺ ഇപ്പോൾ മുമ്പ് എപ്പോഴത്തെക്കാളും അടുത്താണ്. ആൻഡ് മാക്സി അഥവാ മിലിറ്ററി ആക്സസ് കൺട്രോൾ സോൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ സൈനിക മേഖല കൂടെ അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ മിലിറ്ററി ബേസിനുള്ളിലെ ഒരു ക്വിക്ക് ഷോട്ട് കാണുന്നതിലൂടെ സൈന്യത്തിന് അവിടെ ഒരു വലിയ പോർട്ടൽ ഗേറ്റ് തുറന്നു കിട്ടിയിട്ടുണ്ടെന്ന് കൂടി നമുക്ക് ഇതോടെ മനസ്സിലാകുന്നു. റോബിന്റെ റേഡിയോ ഷോയിലൂടെയാണല്ലോ നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം റോബിൻ ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഹിന്റ് കൂടി നമുക്കൊന്ന് തന്നു വെക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ ടെക്നിക്കൽ എറേഴ്സ് കാരണം അവരുടെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നിലച്ചു പോവുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ സ്റ്റീവ് ഡസ്റ്റിനെ വയർലെസ് വഴി കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ സീസണിൽ നമ്മൾ ആദ്യമായി ഡസ്റ്റിനെ കാണുന്നത്. പക്ഷെ അവനിപ്പോൾ ആകെ മാറിപ്പോയിരിക്കുന്നു. എഡ്ഡിയുടെ മരണം പഴയ ആ ക്യൂട്ട് നേർഡി ഡസ്റ്റിനിൽ നിന്നും അവനെ ഇപ്പോൾ വല്ലാതെ സീരിയസ് ക്യാരക്ടർ ആക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് ശരിയാക്കാൻ വേണ്ട സഹായം നൽകാതെ അവൻ സ്റ്റീവിന്റെ കോൺടാക്ട് കട്ട് ചെയ്ത് കളയുന്നിടത്ത് നമുക്ക് അവന്റെ ഈ പുതിയ ആറ്റിറ്റ്യൂഡ് കൂടുതൽ വ്യക്തമാകുന്നു. ഇപ്പോൾ ഹോക്കിൻസ് ഹൈസ്കൂളിൽ എത്തുന്ന ഡസ്റ്റിൻ തന്റെ ഹെൽഫയർ ക്ലബ് ഷർട്ട് ധരിച്ചു നടക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് അത്ര നല്ലതല്ലാത്ത തരത്തിൽ ആകർഷിക്കുന്നു. സീസൺ 4 മരിച്ച ജെയ്സന്റെ ഗ്യാങ്ങിലുള്ള ആൻഡിയും അവന്റെ ബുള്ളി ഗ്യാങ്ങും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ ഡസ്റ്റിനെ കോൺഫ്രണ്ട് ചെയ്ത് അവന്റെ ടീഷർട്ട് വലിച്ചു കീറുന്നു. ഡസ്റ്റിൻ വിട്ടുകൊടുക്കാതെ അവരോട് ചെറുത്തു നിൽക്കുന്നതിനൊപ്പം മൈക്ക്, ലൂക്കസ്, വിൽ എന്നിവർ കൂടി അവന് സപ്പോർട്ടായി അവിടേക്ക് എത്തുന്നു. ലൂക്കസ് ഇപ്പോൾ ബാസ്കറ്റ്ബോൾ സ്റ്റാർ എന്ന തന്റെ ഇമേജും തന്റെ ഫിസിക്കൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളും കൂടി ഉപയോഗിച്ച് ആന്റിയെയും സംഘത്തെയും അവിടെ നിന്ന് പരിഹസിച്ചു തുരത്തുന്നു. എഡ്ഡിയുടെ മരണത്തിൽ നിന്നും മറ്റുള്ളവർ കരകയറിയെങ്കിലും ഡസ്റ്റിൻ ഇപ്പോഴും അതിന്റെ ആഘാതത്തിലാണ്. അവൻ ഇപ്പോഴും വല്ലാതെ വേദനിക്കുകയും എഡ്ഡിയോടുള്ള റെസ്പെക്ട് പ്രകടമാക്കുന്നത് നിർത്താൻ വിസമ്മതിക്കുകയും ചെയ്യുന്നത് കൂട്ടുകാർക്കിടയിൽ ചെറിയൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെഗ്നയെ തടയുന്നതിൽ തങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവും എഡ്ഡി പോലും ആഗ്രഹിക്കുക എന്ന് മൈക്ക് ഡസ്റ്റിനോട് പറയുന്നെങ്കിലും ഡസ്റ്റിൻ പക്ഷെ ദേഷ്യപ്പെട്ട് അവരുടെ അടുത്തു നിന്നും പോകുന്നു. ഇതിനൊക്കെ ഇടയിൽ സ്കൂളിനുള്ളിൽ നമ്മളൊരു മിസ്സിംഗ് പേഴ്സൺസ് പോസ്റ്റർ കൂടെ കാണുന്നുണ്ട്. ജെയിൻ ഹോപ്പർ അഥവാ നമ്മുടെ സ്വന്തം ഇലവനെ കുറിച്ചുള്ള പോസ്റ്ററാണിത്. തൊട്ടടുത്ത ഒരു ടെൻസ് സീക്വൻസിൽ നമ്മൾ ഇലവനെ തന്നെ നേരിട്ട് കാണുന്നു. കാട്ടിലൂടെ മിലിറ്ററി സോൾജിയേഴ്സ് ഇലവനെ ചേസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിക്കുന്നുണ്ട്. തങ്ങൾ ചേസ് ചെയ്യുന്ന പെൺകുട്ടിയെ സോൾജിയേഴ്സ് ഷൂട്ട് ചെയ്ത് വീഴ്ത്തിക്കൊണ്ട് അവളെ കാണിക്കുമ്പോൾ അത് പക്ഷേ 11 അല്ല, അവളാണെന്ന് കരുതി മിലിറ്ററി ചേസ് ചെയ്ത മറ്റൊരു ബേൺ ഔട്ട് അഥവാ ഡ്യൂക്ക് മാത്രമാണ്. ശരിക്കുള്ള 11 ഓടുന്നതായി നമ്മൾ തൊട്ടു മുമ്പ് കണ്ട ഷോട്ട് സത്യത്തിൽ അവൾ ഹോപ്പറും ജോയ്സിനുമൊപ്പം മറ്റൊരിടത്ത് ട്രെയിൻ ചെയ്യുന്നതാണ്. അവൾ തന്റെ സ്പീഡും എയിമും ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് നടത്തുകയും ഓരോ തവണയും തന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടീസ് ടൈമിൽ തന്റെ പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ 11 നോസ് ബ്ലീഡിംഗ് ഉണ്ടാവുന്നില്ല എന്നതാണ്. ഇത് അവൾ തന്റെ പവേഴ്സിന് മുകളിൽ വേണ്ട മൈൻഡ് കൺട്രോൾ നല്ലതുപോലെ ആർജിച്ചു കഴിഞ്ഞത് കൊണ്ടാകുമോ എന്നത് വരും എപ്പിസോഡ്സിൽ കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഇത്രയും കഠിനമായി പരിശീലിക്കുന്നത് അവൾക്ക് അപ്സൈഡ് ഡൗണിലേക്കുള്ള മിഷൻസിനായി ഹോപ്പറിനൊപ്പം പോകണം എന്ന അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇതിന് ക്വാളിഫൈഡ് ആകാൻ വേണ്ട ടൈം ലിമിറ്റ് അവൾക്ക് ട്രെയിനിങ്ങിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അയാൾ അവളെ മിഷനിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുകയാണ്. പക്ഷെ പിന്നീട് ഹോപ്പർ ജോയ്സിനോട് സത്യത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നും താൻ കള്ളം പറഞ്ഞതാണെന്നും അക്സെപ്റ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവളെ അപ്സൈഡ് ഡൗണിലെ റിസ്കുകൾ ഏറ്റെടുക്കാൻ അനുവദിക്കാൻ തനിക്ക് ഭയമാണെന്ന് അയാൾ സമ്മതിക്കുന്നു. അവിടുത്തെ മിഷൻസിൽ ജയിക്കാൻ തനിക്ക് അവളെ ആവശ്യമാണെന്ന് ഹോപ്പറിന് നല്ലതുപോലെ അറിയാം. പക്ഷെ അവളെ ഇനി ഒരിക്കൽ കൂടി നഷ്ടപ്പെടുത്തുന്ന കാര്യം അയാൾക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ റോബിന്റെ റേഡിയോ സ്റ്റേഷൻ നേരിടുന്ന ടെക്നിക്കൽ ഇഷ്യൂ പരിഹരിക്കാൻ ഒരു ഉയരം കൂടിയ ടവറിന് മുകളിൽ കയറേണ്ടതുണ്ട് എന്ന് നാൻസിയും സംഘവും മനസ്സിലാക്കുന്നതും അതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ സ്റ്റീവുമായി മത്സരിച്ച് നാൻസിയെ ഇംപ്രസ് ചെയ്യാൻ ജോണത്തൻ ശ്രമിക്കുന്നത് പോലുള്ള ചില രസകരമായ സംഭവങ്ങൾ കൂടി നമ്മൾ കാണുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മുടെ കോൺസ്പിറസി തിയറിസ്റ്റ് മുറേ ബൗമൻ കൂടി എപ്പിസോഡിലേക്ക് കടന്നു വരുന്നു. ഹോക്കിൻസിനകത്തേക്കും പുറത്തേക്കും ഒരു ഡെലിവറി ഡ്രൈവർ എന്ന വ്യാജേന മിലിറ്ററിയെ പറ്റിച്ച് സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ടീംസിന് വേണ്ടിയ സപ്ലൈസും വെപ്പൺസും ഒക്കെ സ്മഗിൾ ചെയ്യുന്നതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ദൗത്യം. ഒപ്പം മിലിറ്ററി ഒരു ബേൺ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്, അതായത് അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു സ്കെഡ്യൂൾഡ് മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന വിവരവും കൊണ്ടാണ് അയാളുടെ ഇന്നത്തെ വരവ്. ഇത്തവണ അത് വെഗ്നയെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനും തങ്ങൾക്കൊരു അവസരമായേക്കും എന്നുകൂടി അയാൾ സജസ്റ്റ് ചെയ്യുന്നു. സോ അന്ന് അവർ ക്രോൾ എന്ന് വിളിക്കുന്ന ഒരു സംഭവത്തിനായി തയ്യാറെടുക്കുന്നു. മിലിറ്ററി എപ്പോഴൊക്കെ ടെമ്പററി ആയി പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു
അപ്പോഴൊക്കെ ഹോപ്പറും അതുവഴി അപ്സൈഡ് ഡൗണിലേക്ക് നുഴഞ്ഞു കയറുന്ന ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന അവരുടെ ടാക്ടിക്കൽ മിഷൻസിന് അവരിട്ടിരിക്കുന്ന പേരാണ് ക്രോൾ എന്നത്. സോ മ്യുറയിൽ നിന്നും വിവരം ലഭിച്ച ഉടനെ തന്നെ റോബിൻ മറ്റു ടീം മെമ്പേഴ്സിനോട് റേഡിയോ ഷോക്കിടയിലൂടെ ഒരു ഡയാന റോസ് ഗാനം ഉപയോഗിച്ച് കോഡ് വേർഡ്സ് വഴി ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഏത് സ്ഥലത്ത് എത്ര മണിക്ക് ഒത്തുചേരണം തുടങ്ങിയ വിവരങ്ങളാണ് അറിയിക്കുന്നത്. വെക്ന ഇതിനോടകം തന്നെ മരിച്ചുപോയി കാണുമോ എന്ന് സ്റ്റീവ് ചിന്തിക്കുന്നു. കാരണം ലാസ്റ്റ് സീസണിന്റെ അവസാനം അവരെല്ലാം ചേർന്ന് അവനെ ചുട്ടരിച്ചതാണല്ലോ. പക്ഷെ വെക്ന ഒരിക്കൽ നാൻസിയെ ഹോക്കിൻസ് മുഴുവൻ കത്തിക്കുന്നതായും അവളുടെ ഫാമിലിയെ മുഴുവൻ കൊല്ലുന്നതായും ഉള്ള വിഷൻസ് കാണിച്ചത് ജോനത്തൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. വെക്ന പൂർണ്ണമായും ഇല്ലാതായി എന്നൊരു കോൺഫർമേഷൻ ലഭിക്കുന്നത് വരെ തങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. മൈക്കും സംഘവും സ്കൂളിനടുത്തുള്ള ഫോറസ്റ്റിൽ വെച്ച് മിഷനിൽ തങ്ങളുടെ പാർട്സ് പ്ലാൻ ചെയ്യുന്നതിനിടെ വില്ലിന് വീണ്ടും ചില ഇന്റൻസ് ഫീലിംഗ്സ് തോന്നാൻ തുടങ്ങുന്നു. അവൻ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് സമയത്തേക്കൊന്ന് സൗണ്ട് ഔട്ട് ആവുകയും അവന് തല ചുറ്റുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നു. വെക്ന അടുത്തെത്തിയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണിതെന്ന് മൈക്ക് വിശ്വസിക്കുന്നു. വിൽ പക്ഷേ ഇത് അവഗണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഷോ കാണുന്ന നമുക്ക് ഇതിനോടകം തന്നെ അറിയാമല്ലോ, വില്ലിന് ഇത്തരം ഇൻസ്റ്റിങ്സ് തോന്നുന്നത് അത്ര നല്ല ലക്ഷണമല്ല എന്നത്. അതേസമയം ഹോളി സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ മുമ്പ് അവൾ കണ്ടതുപോലുള്ള ഒരാളെ ഗ്രൗണ്ടിന്റെ പെരിമീറ്ററിന് പുറത്ത് കാണുകയും അയാളോട് പോയി സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ മിസ്റ്റർ വാട്സിറ്റ് എന്ന് പേരിട്ട് അവൾ കാണുന്ന ഈ ഇമാജിനറി ഫ്രണ്ടിനെ മറ്റാർക്കും കാണാൻ കഴിയില്ല. സോ ഇത്തരത്തിൽ അവൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതായി ശ്രദ്ധിക്കുന്ന അവളുടെ ടീച്ചർ ഈ വിവരം അവളുടെ പാരന്റ്സിനെ അറിയിക്കുന്നു. തൊട്ടടുത്ത സീൻ കുറച്ച് ഡിസ്റ്റർബിങ്ങും എന്നാൽ ചില പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമാണ്. അപ്സൈഡ് ഡൗണിലുള്ള മിലിറ്ററിയുടെ സാന്നിധ്യവും അവരുടെ ഓപ്പറേഷൻസും ഇവിടെ നമുക്ക് കുറച്ചുകൂടി വിസിബിൾ ആവുന്നു. മുമ്പ് 11 എന്ന് കരുതി ഹണ്ട് ചെയ്ത് ആളുമാറി ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഷൂട്ട് ചെയ്ത വിവരം ആർമി ഇപ്പോൾ അപ്സൈഡ് ഡൗണിൽ പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി ലാബ് ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ കെ എന്ന സ്ത്രീയെ അറിയിക്കുന്നു. അവിടെയുള്ള മിസ്റ്റീരിയസ് ആയ ക്രീച്ചേഴ്സിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്ന അവരുടെ മെയിൻ മിഷൻ 11 പിടികൂടുക എന്നതാണെന്ന് ക്ലിയർ ആണ്. ബട്ട് അത് എക്സാക്ട്ലി എന്തിനു വേണ്ടിയാണെന്ന് നിലവിൽ നമുക്കറിയില്ല. റിയൽ വേൾഡിൽ ഡസ്റ്റിൻ സ്കൂൾ ലാബിൽ നിന്നും ഒരു പാമ്പിനെ മോഷ്ടിക്കുകയും അത് ബുള്ളിയായ ആന്റിയുടെ ലോക്കറിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. ലോക്കർ തുറക്കുമ്പോൾ ഞെട്ടുന്ന ആന്റി ഭയന്ന് താഴെ വീഴുകയും എല്ലാവരുടെയും മുന്നിൽ അപമാനിതനായതോടെ ഡസ്റ്റിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. ഒപ്പം സ്കൂളിനുള്ളിൽ തന്നെ തന്റെ പാരന്റ്സിനോട് തന്റെ ഇമാജിനറി ഫ്രണ്ടിനെ പറ്റി ടീച്ചർ സംസാരിക്കുന്നതിൽ വിഷമിച്ചിരിക്കുന്ന ഹോളിയെയും നമ്മൾ കാണുന്നു. ഡസ്റ്റിനെ കാത്തുനിന്ന് അവനെ കാണാതാകുമ്പോൾ അന്വേഷിക്കുന്ന മൈക്ക് തന്റെ അനിയത്തിയെ കാണുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മൈക്ക് അവൾക്ക് മൈക്ക് ദ ബ്രേവ് എന്ന തന്റെ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ആക്ഷൻ ഫിഗർ പോലെ ഹോളിക്ക് വേണ്ടി ഹോളി ദ ഹീറോയിക് എന്നൊരു ആക്ഷൻ ഫിഗർ നൽകുകയും അവൾ സ്വയം കരുതുന്നതിനേക്കാൾ സ്ട്രോങ് ആണെന്ന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ഒപ്പം അവൻ ഹോളി ദ ഹീറോയിക്കിന്റെ പവേഴ്സിനെ പറ്റി ചിലത് പറയുന്നു. ഇത് ഹോളി വരുന്ന എപ്പിസോഡ്സിൽ പ്ലേ ചെയ്യാനിരിക്കുന്ന അവളുടെ ഇമ്പോർട്ടന്റ് റോളിനെ പറ്റി കൂടി സൂചിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ കോമയിലായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാക്സിനെ വിസിറ്റ് ചെയ്യാൻ വിൽ എത്തുന്നിടത്തേക്കാണ്. അവിടെ മാക്സിനെ കൂട്ടിരിക്കുന്ന ലൂക്കസിനോട് തനിക്ക് നേരത്തെ ഉണ്ടായ സ്ട്രേഞ്ച് ഫീലിംഗിനെ പറ്റി വിൽ സംസാരിക്കുന്നു. തുടർന്ന് വിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൂക്കസ് മാക്സിന് റണ്ണിങ് അപ്പ് ദറ്റ് ഹിൽ എന്ന അവളുടെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്ത് കൊടുക്കുന്നു. ഒരു ഡ്രിങ്ക് ക്യാൻ മേടിച്ച് നടന്നു വരുന്ന വിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച റോബിന്റെ ഇപ്പോഴത്തെ ഡേറ്റ് ആയ ഒരു നഴ്സ് കൂടിയായ വിക്കിയും അവളെ കാണാൻ അവിടെ എത്തിയ റോബിനുമായുള്ള ഒരു റൊമാൻറ്റിക് ഇന്ററാക്ഷൻ കാണുന്നു. അപ്പോഴുള്ള അവന്റെ റിയാക്ഷൻസ് നമുക്ക് എക്സാക്ട്ലി പിടികിട്ടുന്നില്ല. തന്നെ പോലെ റോബിനും ഒരു ഹോമോസെക്ഷൽ ആണെന്ന് അറിഞ്ഞുള്ള സാറ്റിസ്ഫാക്ഷൻ ആണോ അതോ മറ്റെന്തെങ്കിലും ഫീലിംഗ് ആണോ എന്ന് ക്ലിയർ ആകുന്നതിന് മുൻപ് തന്റെ ഡ്രിങ്ക് ക്യാൻ താഴെ വീഴുന്ന ഷോക്കിൽ അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഓടുന്ന വില്ലിനെ റോബിൻ കാണുകയും ചെയ്യുന്നുണ്ട്. അവളും ഈ ഒരു ഒക്കേഷനിൽ വറീഡ് ആകുന്ന പോലെയാണ് മനസ്സിലാകുന്നത്. ഹോമോസെക്ഷുവാലിറ്റി അത്ര അക്സെപ്റ്റബിൾ ഒന്നും ആയിട്ടില്ലാത്ത 1980s സ്ട്രേഞ്ചർ തിങ്സിന്റെ ഇവന്റ്സ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇത് അറിയുന്നതിലുള്ള റോബിന്റെ റിയാക്ഷനും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം വില്ലിന്റെ ഓറിയന്റേഷൻ പുറത്തങ്ങനെ അറിഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് എഡ്ഡിയുടെ ഗ്രേവ് സന്ദർശിക്കുന്ന ഡസ്റ്റിനെയാണ്. എഡ്ഡി ഒരു കില്ലർ ആണെന്ന് ഇപ്പോഴും പബ്ലിക് വിശ്വസിക്കുന്നത് കൊണ്ട് ആളുകൾ ആ ഗ്രേവിനെ വാൻഡലൈസ് ചെയ്യുന്നത് തുടരുകയാണ്. എന്നാൽ ഇത്തവണ ഡസ്റ്റിൻ അതിലെ റൈറ്റിംഗ്സിൽ തൊടുമ്പോൾ അത് പെയിന്റ് അല്ല മറിച്ച് ചോര കൊണ്ടുള്ളവയാണെന്ന് അവന് മനസ്സിലാകുന്നു. തുടർന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് അത് അവൻ ലാബിൽ നിന്നും എടുത്ത് ലോക്കറിൽ വെച്ച് പാമ്പിന്റെ ബ്ലഡ് ആണെന്ന് കൂടി അവൻ തിരിച്ചറിയുന്നു. അവന് കാര്യങ്ങളൊന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ കഴിയും മുൻപ് ആന്റിയും കൂട്ടരും അവനെ വളയുന്നു. എഡ്ഡിയെ പറ്റിയും അവന്റെ D&D ക്യാമ്പയിൻസിനെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയും അവരുടെ മുഖത്തേക്ക് ക്ലീനിങ് കെമിക്കൽസ് ഒഴിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരാൾക്കെതിരെ 4 പേർ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഡസ്റ്റിന് അധിക നേരം ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല.
അവർ അവനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. സൈക്കിളിൽ തൂക്കിയിട്ടിരിക്കുന്ന അവന്റെ റേഡിയോ വഴി ലൂക്കസ് ഡസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ഡസ്റ്റിൻ ഇപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അവൻ എന്ത് സംഭവിച്ചിരിക്കാം എന്ന ഭയം കൂടി നമ്മളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അടുത്ത സീനിലേക്ക് കടക്കുന്നത്. തിരികെ സ്ക്വാക്ക് റേഡിയോ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സംഘം ദ ക്രോളിനായി തയ്യാറെടുക്കുന്നു. റേഡിയോ സ്റ്റേഷൻ അവരുടെ ഓപ്പറേഷൻ ബേസ് കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്ന മൈക്കും ഇലവനും വെക്നയെ ഇല്ലാതാക്കിയ ശേഷമുള്ള തങ്ങളുടെ ഭാവി ജീവിതം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു സ്വീറ്റ് മൊമെന്റ് പങ്കിടുന്നു. വിജയിച്ചാൽ പിന്നെ തങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് മൈക്ക് വിശ്വസിക്കുന്നു. ഇലവനും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ലൂക്കസ് അവരെ അകത്തേക്ക് വിളിക്കുന്നതോടെ തൽക്കാലം ആ കോൺവെർസേഷൻ അവസാനിക്കുന്നു. ഹോപ്പർ അപ്സൈഡ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ ലൊക്കേഷന് അനുബന്ധമായ റിയൽ വേൾഡിലെ ലൊക്കേഷൻസിലൂടെ ഡ്രൈവ് ചെയ്ത് അയാളുമായി അവർക്ക് റേഡിയോ കണക്ഷൻ നിലനിർത്തേണ്ടതുണ്ട്. സ്റ്റീവ് ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയോ പ്രവർത്തിപ്പിക്കേണ്ടത് സത്യത്തിൽ ഡസ്റ്റിനാണ്. പക്ഷെ ഇപ്പോൾ അവൻ ഇവിടെ ഇല്ലാത്തതിനാൽ പകരം ഒരാൾ വേണം. വിൽ ഇതിന് തയ്യാറാകുന്നെങ്കിലും അവനെ മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് റിസ്ക് എടുക്കാൻ ജോയ്സ് സമ്മതിക്കുന്നില്ല. പകരം അവർ ഇതിനായി ജോനത്തനെ സ്റ്റീവിനൊപ്പം അയക്കുന്നു. മറ്റൊരിടത്ത് ഹോളി തന്റെ മെന്റൽ സ്റ്റേറ്റിന്റെ പേരിൽ തന്റെ അച്ഛനും അമ്മയും വഴക്കിടുന്നത് കണ്ട് വിഷമിച്ച് തന്റെ റൂമിൽ വന്ന് കിടന്ന് കരയുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. സോ ഫൈനലി ആർമി അപ്സൈഡ് ഡൗണിലേക്ക് കടക്കുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുന്ന മൈക്കിന്റെയും ലൂക്കസിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യസമയത്ത് ആരും കാണാതെ ഒരു ട്രക്കിന്റെ പിന്നിൽ കയറിപ്പറ്റി ഹോപ്പറും സോൾജിയേഴ്സിനൊപ്പം അവിടേക്ക് സഞ്ചരിക്കുന്നു. ഓരോ തവണയും ആർമിക്ക് അകത്തേക്ക് പോകാനായി ഹോക്കിൻസ് ലൈബ്രറിക്ക് മുന്നിലെ ഈ ഗേറ്റ് അവർക്ക് ബേൺ ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ജോനത്തൻ ഹോപ്പറുമായി റേഡിയോ കണക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ആർമി തിരിച്ച് ഗേറ്റ്സ് റീഓപ്പൺ ചെയ്യുന്നത് വരെ അയാൾ അപ്സൈഡ് ഡൗണിൽ സ്റ്റക്ക് ആയിരിക്കും. എങ്കിലും ഇപ്പോൾ അവരുടെ മിഷൻ വളരെ നന്നായി പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷെ അങ്ങനെ അങ്ങ് പോയാൽ ഇത് സ്ട്രേഞ്ചർ തിങ്സ് ആവില്ലല്ലോ. പെട്ടെന്ന് അപ്സൈഡ് ഡൗണിനുള്ളിൽ നടക്കുന്ന ഒരു ആക്സിഡന്റിൽ ട്രക്കുകൾ വരി വരിയായി കൂട്ടിയിടിച്ച് നിൽക്കുന്നു. ഒപ്പം ഹോപ്പറിന് ടീമുമായുള്ള റേഡിയോ കണക്ഷനും കട്ടായി പോകുന്നു. വീണ്ടും ടെൻഷൻ. സോൾജിയേഴ്സ് ഹോപ്പറിനെ കണ്ടുപിടിച്ചതാകാമെന്ന് ഇലവൻ കരുതുന്നു. ജോനത്തൻ ഒരുവിധം ഹോപ്പറുമായുള്ള കണക്ഷൻ റീസെറ്റ് ചെയ്യുന്നു. പക്ഷെ അതേ മൊമെന്റിൽ വില്ലിന് ഒരു ഇന്റൻസ് ഫീലിംഗ് ഉണ്ടാവുന്നു. യെസ്, സോൾജിയേഴ്സ് അല്ല ഡേഞ്ചർ, ഡെമോഗോർഗൻസ് അവരാണ് പ്രശ്നക്കാർ. അവർ ചാടി വീണുകൊണ്ട് സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒപ്പം ഹോപ്പർ ഒളിച്ചിരിക്കുന്ന ട്രക്കിന്റെ ഡ്രൈവറെയും ഒരു ഡെമോഗോർഗൺ ചാടി വീണ് കടിച്ചെടുക്കുന്നു. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് വില്ലന്റെ ഹൈവ് മൈൻഡ് ആക്ടിവേറ്റ് ആവുകയും ഡെമോഗോർഗൻസിന്റെ ആക്ടിവിറ്റീസ് അവന് റിയൽ വേൾഡിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുകയും ചെയ്യുന്നു. ബഹളങ്ങൾക്കിടെ ഹോപ്പർ തൽക്കാലം സുരക്ഷിതനാണ്. പക്ഷെ വിൽ പെട്ടെന്ന് വിറയലോടെ നിലത്തേക്ക് വീഴുന്നു. അവൻ ഇപ്പോഴും വിഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗോർഗൺ ഏതോ ഒരു സ്ഥലം ലക്ഷ്യമാക്കി ഓടുന്നത് അവന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു വിധത്തിൽ ജോയ്സിന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ വിൽ ബോധം വീണ്ടെടുക്കുന്നു. അവൻ അവരോട് ഡെമോഗോർഗൺ എവിടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. അത് അവരിപ്പോഴുള്ള റേഡിയോ സ്റ്റേഷനിലേക്കല്ല വരുന്നത്. കഴിഞ്ഞ സീസണിൽ നാൻസിയെ അവളുടെ ഫാമിലി മുഴുവനായും മരിച്ചതായി വെക്ന ഒരു വിഷൻ കാണിച്ചു കൊടുത്തതിന്റെ ഭയം അവരിൽ വീണ്ടും നിറച്ചുകൊണ്ട് അത് വീലേഴ്സിന്റെ വീട് ലക്ഷ്യമാക്കിയാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം എപ്പിസോഡ് 1 അതിന്റെ ഭയാനകമായ ഫൈനൽ സീക്വൻസിലേക്ക് കടക്കുകയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് വീലേഴ്സ് ഈ ഡേഞ്ചേഴ്സ് ഒന്നും അറിയാതെ അവരവരുടെ ആക്ടിവിറ്റീസിൽ മുഴുകിയിരിക്കുകയാണ്. ഹോളി അവൾക്ക് മൈക്ക് നൽകിയ ആക്ഷൻ ഫിഗർ മുറുകെ പിടിച്ച് അവളുടെ ബെഡ്റൂമിൽ തനിച്ചാണ്. ഇപ്പോൾ അവളുടെ റൂമിലെ ലൈറ്റ്സ് ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങുന്നു. അതിനു പുറകെ എന്താണ് വരുന്നതെന്ന് നമുക്കിപ്പോൾ വ്യക്തമാണല്ലോ. പെട്ടെന്ന് അവളുടെ റൂമിന്റെ റൂഫ് തകർക്കപ്പെടുന്നു. അവിടെ നിന്നും തല താഴേക്കിട്ട് അവളെ നോക്കി ഭീകരമായി അലറുന്ന ഒരു ഡെമോഗോർഗൺ. ഈ ഒരു ക്ലിഫ് ഹാങ്ങറോട് കൂടി എപ്പിസോഡ് 1 അവസാനിക്കുന്നു. സോ അതാണ് ചാപ്റ്റർ 1 ദ ക്രോൾ അഥവാ എപ്പിസോഡ് 1 ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോള്യൂം 1. അതിഗംഭീരമായി നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ പിടിച്ചിരുത്തുന്ന 3 എപ്പിസോഡ്സ് കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഓരോന്നായി നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ബാക്കിയുള്ള എപ്പിസോഡ്സ് ഒറിജിനൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ട ശേഷം വീഡിയോസ് ചെക്ക്ഔട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. 3 എപ്പിസോഡ്സ് അടങ്ങുന്ന സീസൺ 5 വോള്യൂം 2 ഡിസംബർ 25 അതായത് ക്രിസ്മസിനും പിന്നെ ദ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് ഡിസംബർ 31 ഇറങ്ങുന്നത്. സോ ഡിസ്കഷൻസിനൊക്കെ ഇനിയും ധാരാളം ടൈമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. കൂടാതെ ഇനിയുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. എത്രയും വേഗം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.